ചെട്ടിയാർക്ക് ഭ്രാന്ത. പ്രായമായ മക്കളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും അങ്ങേർക്കാരും കൊടുത്തിട്ടില്ല. ഉവ്വോ, നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ. അച്ഛനല്ലേ തിരിച്ചല്ല നോക്കൂ എന്ന് വെച്ച് കാളി അടിക്കുന്ന പോലെ കണ്ണും ചെവിയില്ലാതെ അടിക്കേ. കേട്ടപ്പോ എനിക്ക് വന്ന് ചോദിച്ചിട്ട് ഞാൻ ചെട്ടിയാരോട് ചോദിക്കാൻ ഇറങ്ങിയതാ. നോരണ്ണം നടന്നില്ലായിരുന്നെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കാനോ? നിനക്കും കിട്ടും. ആ കിട്ടും കിട്ടും. ചെട്ടിയാര് മതിയല്ലോ. ശൂരത്തിലൊന്നും ഈ ലീല എടുത്ത് നടക്കില്ല. ഒരുപാട് തല്ലിയോ? കെട്ടിയോളെന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ അവിടെ. അവളെ കണ്ടു നിന്നോ അല്ലേ? ആ സുന്ദരിക്കോത ഏഷനെ കൂട്ടിട്ടാ. അവളുടെ ഒക്കെ ഒരു മനസ്സേ. ഞാൻ പോവാ. ഇതാ ഇപ്പൊ നന്നായേ. നേരെ ഇത്രയായില്ലേ? ഇനി ഊണ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഞാൻ വിടില്ല. ഞാൻ ചോറ് വിളമ്പാ. നല്ല ചെമ്മീൻ കറിയുണ്ട്, പാവയ്ക്കത്തോരനും. രണ്ടും വലിയ ഇഷ്ടാണല്ലോ. വിളമ്പ്. എന്നെ പിടിക്കണ്ട. പതുക്കെ. ചോറ് വിളമ്പി ഇങ്ങോട്ട് എടുക്കാം. വേണ്ട, ഞാൻ ചോറ് തിന്നു. എവിടുന്ന്? എവിടുന്നായാലും എന്താ, വയറ് കളഞ്ഞാ പോരെ. ഈ വൃത്തികെട്ട മണം എന്തിനാ ഇത് കുടിക്കുന്നേ? എന്തിനാന്ന് ചോദിച്ചാ, ലീല ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. അവള് വിളമ്പി തന്നു, ഞാൻ തിന്നു, അത്രേ ഉള്ളൂ. ഓ, എന്തൊരു പെണ്ണാവള്. അവളുടെ ഒരു രോമത്തിനില്ല നീ. എന്റെ കഴുത്തിൽ താലിയും കെട്ടിക്കൊണ്ടുവന്ന് പറയാ. താലി എന്താ, ഒരു വിലയില്ല ഇതിന്? വല്ല തട്ടാനടുത്തും പോയി ചോദിക്കാം. നിർത്തിട്ട് ഒന്നും എണീറ്റ് വന്നേ. നല്ല കണിയാണല്ലോ. എന്താ എടി, മാനമര്യാദയ്ക്ക് ജീവിക്കാൻ നിനക്ക് ആവില്ലല്ലേ? അതെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരെന്നോ അറിഞ്ഞൂടെ നിനക്ക്? എങ്ങാണ്ടെന്നോ വന്ന് എവിടുന്നായാലും എന്താ? കഴുത്തിൽ താലി കെട്ടി നെറ്റിയിൽ സിന്ദൂരിട്ട് ഒരാൾ കൈപിടിച്ച് കൊണ്ടുവന്നതാ എന്നെ ഭാര്യയായിട്ട്. ഭാര്യ